ആന വന്നു. ഇവിടെ ചവിട്ടിയയിൽ അങ്ങ് താന്ന് പോയതാട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇതാക്കണ ഈ കമ്പുകളൊക്കെ പൊട്ടിച്ച് വാഴ പൊരിച്ചിട്ടണ. പക്ഷെ അതൊന്നും തിന്നില്ല. അവിടെ ഇറങ്ങിയപ്പോൾ കാലാണ്ട് പോയിട്ടാന്ന് തോന്നുന്നത്. അവിടെ നിന്നൊന്നും ചെയ്യാതെ ഇവിടെ വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് വാഴ കുത്തി പൊരിച്ച് ഇവിടെയോ സാധനം ഒളിച്ചിട്ടുണ്ടോ അറിയില്ല. ഇതുണ്ടോ ഒരു വാഴ ആക്കി കൂട്ടി വെച്ച്. ഇതാണ് സംഭവം. ഒരു വാഴൻ്റെ ഒരു എന്താ പറയുക, മൊത്തം വാഴൻ്റെ പിണ്ടി മൊത്തം കഴിച്ച് ഇതാക്കണം, പറിച്ചിട്ടണ. ഇതൊക്കെ ഒച്ച കേട്ടപ്പോഴേക്കും ഈ തകരത്തുമ്മ കയറിയിട്ട് ചവിട്ടി ഇതിലങ്ങോട്ട് ഇറങ്ങി. തകരത്തുമ്മ ചവിട്ടി ഇതിൻ്റെ ഒച്ച കേട്ട ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ ചവിട്ടി ആക്കി വെച്ചത്. അങ്ങനെ ഒരു ഡോറ് പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ഡോറ് പോലെ ഫിറ്റ് ചെയ്തതാണ്. അപ്പം അത് ചവിട്ടി പൊളിച്ച് ഇതുണ്ടോ അവിടെ ജാമാക്കി വെച്ചിട്ടുണ്ട്. അനക്കാൻ പറ്റാത്ത രീതിയിൽ ഇതുണ്ടോ ജാമാക്കി വെച്ചതാണ്. ഇതാണ് അവസ്ഥ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആന എത്തിയേ. അവിടെ എവിടെയോ കാട്ടിലെവിടെ ഉണ്ടോയെന്നറിയില്ല. ഞാൻ പോട്ടെ, വീട്ടിൽ പോട്ടെ. ഇതാ എൻ്റെ വാഴ. ഇന്നിപ്പോൾ ധർണ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിൽ ധർണ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഇന്ന് രാവിലെ പോകുന്ന സമയത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ആന വന്നിട്ടുണ്ടെന്നുള്ളത്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ രാത്രി നല്ല മഴയും കാറ്റൊക്കെ അല്ലേ, ഡോറടിച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങൂല, പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതാണ് കാണുന്ന അവസ്ഥ. എൻ്റെ വീട്ടിലത്തല്ല, തൊട്ടടുത്ത വീട്ടുകാരതാണ്. എന്നാലും ഇത് വാഴ കൊലച്ചൊന്നല്ല, പക്ഷേ ഇതാ നശിപ്പിക്കുക, അതാണ് നശിപ്പിച്ചതാ വന്നിങ്ങാങ്ങ്. എന്താ ചെയ്യുക എങ്ങനെ ആയാൽ? എവിടെയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അതിന്. വാഴ ഇതാക്കണ വീണ് എടുക്കുന്നു. ഒരു കപ്ലങ്ങൊക്കെ വീണെടുക്കുന്നുണ്ട് അവിടുന്ന്. ആ കപ്ലങ്ങൻ്റെ മരം പൊട്ടിപ്പോയതാന്ന് തോന്നണം. ഏതായാലും കമ്പുകളൊക്കെ കണ്ടോ. ഇതാണ് അവസ്ഥ. എന്താ ചെയ്യുക? ഇങ്ങനെ ആന വന്നിട്ടാണ് എന്താ ചെയ്യുക? എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഇതൊക്കെ ഷെയർ ചെയ്ത് ആരെങ്കിലും കയ്യിൽ എത്തുകയാണ്.